പാഠം 370 വാദി പ്രതിയാകുമ്പോൾ. ഹലോ, വിദ്യ, എന്തുണ്ട് വിശേഷം? വോട്ട് ചെയ്യാൻ പോയോ? ഇല്ലേ? അത് കൊള്ളു. ഞാൻ വോട്ട് ചെയ്തു. പിന്നെ ഞാനും മോഹനേട്ടനും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോയി. കുറച്ചു മുന്നേ തിരിച്ചു വന്നതേ ഉള്ളൂ. അയ്യോ, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലത്. സത്യത്തിൽ മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടായത് എന്റെ ഭാഗ്യമാണ്. ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്യാൻ പോയ കാര്യം നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. അതൊക്കെ ഒരു കഥയാ മോളെ. നാളെ നേരിട്ട് കാണുമ്പോ ഞാൻ പറയാം. ശരി. ഞാൻ കള്ളവൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോക്ക് ഞാൻ എന്റെ ജീവിതം മറക്കില്ല. അയ്യടാ, എന്തൊരു രസമായിരുന്നു. മണി 12 നീ കഴിക്കാൻ ഉണ്ടാക്കുന്നില്ലയോ? യാതൊരു കാരണവശാലും ഇന്ന് അടുക്കളയിൽ കയറുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. തീരുമാനത്തിന് മാറ്റമില്ല. അഡ്വക്കേറ്റ് സത്യഭാമ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാണ്. ഇന്ന് ഞാൻ അടുക്കളയിലേക്ക് ഇല്ല. എന്തേ, വിലാപിച്ചർക്ക് വേസ്റ്റ് തുടങ്ങി കാണും. പറഞ്ഞതെല്ലാം കൂടി വിഴുങ്ങി കുറച്ച് വെള്ളം കൂടി കുടിച്ചാൽ മതി. ഉത്തമനെ ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. അപ്പതാ ഉത്തമൻ വിളിക്കാതെ എനിക്ക് പോന്നു. ശരിയാക്കി തരാം. ആഹാ, നമസ്കാരം സാർ. സാർ വോട്ട് ചെയ്യാൻ പോയില്ലേ? ഞാൻ രാവിലെ പോയി വോട്ട് ചെയ്തു. രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഉത്തമ. രാവിലെ പോയി എന്നുള്ളത് നേരാണ്. പക്ഷെ വോട്ട് ചെയ്തപ്പോ നേരെ ഒരുപാട് വൈകി. അത് പറ്റി വലിയ ക്യൂ ആയിരുന്നു. ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് അവിടെ വരെ ഒന്ന് എത്തണമല്ലോ. ഇവിടെ നിന്ന് ബൂത്തിലേക്ക് 1.5 കിലോമീറ്ററല്ലേ ഉള്ളൂ. വോട്ട് ചെയ്തോ? പിന്നെ വോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ ആദ്യം ആലോചിച്ചതാണ്. അല്ല, പക്ഷെ ഇന്നലെ മോഹനേട്ടൻ സാറ് അത്രയും അവഗാഹമായി പറഞ്ഞ സ്ഥിതിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ വോട്ട് ചെയ്ത്. ഉത്തമൻ തോന്നേ ഒരു കാര്യമുണ്ട്. എന്താണ് സാർ? ഉത്തമൻ വാ. എന്താണ് വക്കീൽ പ്രശ്നം? വന്ന് കയറിയപ്പോ മുതലേ ഇവിടെ ഒരു പ്രശ്നം മണക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തിൽ മധ്യസ്ഥനാവാനാണെങ്കിൽ ഞാനില്ലേ? ഞാനല്ലല്ലോ ഉത്തമനെ വിളിച്ചത്. എനിക്ക് ഈ പ്രശ്നത്തിൽ ഉത്തമന്റെ മധ്യസ്ഥം ആവശ്യമില്ല. എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈശ്വരാ, നീ എന്നെ കാത്തോണേ. വിധി എന്ന് വിചാരിക്കാം. എന്താണ് സാർ? ഈ കൃഷ്ണൻകുട്ടി കട തുറന്നിട്ടുണ്ടോ? എന്താണ് സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്ന് ഇലക്ഷൻ ആണല്ലോ, അതുകൊണ്ട്. അല്ല, അത് കൊള്ളാം. ഇന്ന് കൃഷ്ണൻകുട്ടിക്ക് മുടിഞ്ഞ കച്ചവടമായിരിക്കൂലേ? അപ്പോഴവൻ കട തുറക്കാതിരിക്കൂ? എല്ലാ പാർട്ടിക്കാരുടെ ഉച്ചയൂണും വൈകുന്നേരത്തെ ചായയും എല്ലാം പറഞ്ഞിരിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ കടയെന്നാ. സാർ എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറയാം ഉത്തമ, വില്ലേജ് ഓഫീസർക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ പുറത്തുനിന്ന് വാങ്ങുകയല്ലേ വഴിയുള്ളൂ. അപ്പൊ എന്റെ കണക്കൂട്ടല് തെറ്റിയില്ല. നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതെന്താണെന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. അത് ഇത്ര വിശദമായി പറയാനെന്തിരിക്കുന്നു? അഹങ്കാരിയായ ഒരു ഭാര്യയുള്ള ഏതൊരു ഭർത്താവിനും ചില ദിവസങ്ങളിൽ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരും. ഭാര്യയെ പരസ്യമായി നാണം കെടുത്തുകയും ഭാര്യയുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. ഒരു വീടിന്റെ നാഥൻ ഭർത്താവാണ് എന്ന കാര്യം ആദ്യം ഭാര്യ അംഗീകരിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ഭർത്താവിന് ചിലപ്പോ വഴക്കുണ്ടാക്കേണ്ടി വരും. ഭാര്യയുടെ വഴക്കുണ്ടാക്കുന്നതാണ് ഭർത്താവിന്റെ ജോലി എന്ന് കരുതുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്നതിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാനിവിടെ ഒരു അവാർഡ് പടം കാണുന്ന സ്ഥിതിയിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയണം. ഞാൻ പറയാം. സാധാരണ ആപ്പീസിൽ പോകുന്നതിന് മുന്നേ ഒരന്തമിട്ട പ്രാർത്ഥനയുണ്ട് മോഹനകൃഷ്ണ സാറിന്. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോ അതേ കലാപരിപാടി തന്നെ നടക്കുകയാണ്. ഈശ്വരന്മാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. ഏറ്റവും നല്ല ആളെ തന്നെ ജയിപ്പിക്കണം. ഈ രാജ്യത്തിന് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. പ്രാർത്ഥിക്കുക. സർവേശ്വരൻ ഈശ്വര. ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ. സാധാരണ രാവിലെ ആഫീസിൽ പോകുന്നതിന് മുന്നേ ആയിരുന്നു പ്രാർത്ഥന.
ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്രൻ സാറ് വഴക്കിന് വരല്ലേ, തഹസിൽദാർക്ക് എന്നോട് പതിവിൽ കൂടുതൽ സ്നേഹം കാണണേ, കളക്ടർ വിളിച്ച് നല്ല വാക്ക് പറയണേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ. ഇന്ന് പക്ഷെ ആഫീസിൽ പോകണ്ട, പിന്നെന്താ പ്രാർത്ഥിച്ച്? ഇന്ത്യ മഹാരാജ്യം ഭരിക്കേണ്ടത് ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് നന്നായി നടക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ അല്ലേ, അതിൽ ദൈവത്തിന് എന്താണ് കാര്യം? ഭാമേ, രാവിലെ ദൈവം എന്ന് പറയരുത്. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭരണാധികാരിയെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കണ്ടേ? മോഹനേട്ടാ, നമ്മുടെ നാട്ടിൽ ജനാധിപത്യമല്ലേ? ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ദൈവം. ജനങ്ങളാകുന്ന ദൈവം അവരുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നിടത്തും ദൈവത്തിന് കാര്യമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദൈവം തന്നെ ഒരു പ്രധാനമന്ത്രി നിയമിച്ചപ്പോഴായിരുന്നു. വക്കീലായതുകൊണ്ട് തർക്കിക്കാൻ നിനക്ക് കുറച്ച് സാമർഥ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ തർക്കം കോടതിയിൽ ജഡ്ജിയുടെ മുന്നിൽ മതി, ദൈവത്തിന്റെ മുന്നിൽ വേണ്ട. തർക്കിക്കാനുള്ള വകുപ്പ് ന്യായമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദൈവത്തോട് തർക്കിക്കാൻ മോഹനേട്ടാ? ഇലക്ഷനായപ്പോ വേണ്ടിയൊന്നും പറയുന്നില്ല. ഈശ്വരാ. സ്വാഭാവികമായും പ്രാർത്ഥന കഴിഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് ചോദിച്ചു, ഇന്നെന്തായിരുന്നു പ്രാർത്ഥന എന്ന്. അതാണ് കുഴപ്പം. ആഫീസിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ആര് പറഞ്ഞു? അവധി ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ ഇവളത് കണ്ടിട്ടില്ല. അതെങ്ങനെയാ? ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും അനുസരണയും ഉണ്ടെങ്കിലല്ലേ ഭർത്താവ് എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഭാര്യ അറിയുന്നത്. ഭർത്താവ് പ്രാർത്ഥിക്കുന്നതിന്റെ സമയം അന്വേഷിക്കലല്ല ഭാര്യയുടെ ജോലി. എനിക്ക് വേറെ 100 പണിയുണ്ട്. അല്ലല്ല, മതി 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 സാറേ സാറേ വക്കീലേ, ഇതുവരെ എനിക്ക് പിടികിട്ടി. രാവിലെ സാറ് പ്രാർത്ഥിച്ചു, വക്കീല് ചോദിച്ചു ഇന്ന് എന്താണ് പ്രാർത്ഥന എന്ന്. എന്നിട്ട് ഭാമേ, ഞാൻ പലപ്പോഴും നിന്നോട് ചോദിക്കാനായിട്ടിരുന്നതാ, ഇതുവരെ ചോദിച്ചില്ല. നീ ആർക്കാ വോട്ട് ചെയ്യുന്നത്? അതെന്തിനാ മോഹനേട്ടൻ അറിയണേ? അല്ല, എന്തായാലും പറയാലോ. അതല്ല മോഹനേട്ടാ, നമ്മുടെ നാട്ടിൽ രഹസ്യ വോട്ടിംഗ് മെഷീനാണ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. ഒരാൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് മറ്റേയാൾ അറിയാതിരിക്കാനാണത്. അപ്പൊ പിന്നെ ഞാൻ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് മോഹനേട്ടൻ അറിയുന്നത് എന്തിനാണ്? പക്ഷേ ഞാൻ നിന്റെ ഭർത്താവാണല്ലോ. ഭാര്യ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് ഭർത്താവ് അറിയണ്ടേ? ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനിതുവരെ വായിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യമല്ല പറഞ്ഞത്. ആ ഭരണഘടന അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോ അതിനനുസരിച്ചേ പെരുമാറാൻ പറ്റൂ. മോഹനേട്ടൻ ആർക്കാ വോട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. നീ ചോദിച്ചാലും ഞാൻ പറയില്ല. അത് ശരി, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോ സാധാരണ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതിന്റെ പകുതി പോലും ആയില്ലല്ലോ. പ്രാർത്ഥനയുടെ പേരിൽ ഒരു കൊച്ചു വഴക്ക്, അത് കഴിഞ്ഞ് ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിച്ചോണ്ടൊരു വഴക്ക്. ഇതിന്റെ പേരിലാണോ വക്കീല് ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്? അത് മോശമായി പോയി. പ്രശ്നം അവിടെ കൂടെ തീർന്നില്ലല്ലോ ഉത്തമ. വീട് പൂട്ടി ഇറങ്ങാൻ നേരം മോഹനകൃഷ്ണ സാറ് എനിക്കൊരു ക്ലാസ് എടുത്തു. ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ. ഭമേ, ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. പോകുന്ന വഴിക്കും ബൂത്തിനടുത്ത് ചെല്ലുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റും കൂടാൻ ഒരുപാട് പേര് കാണും. ആരോടും അധികം സംസാരിക്കണ്ട. ഇലക്ഷനാ. ഈ ഇലക്ഷൻ ദിവസം ആരോടും മിണ്ടാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? നിയമം അല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആൾക്കാരോട് നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോ നമ്മൾ അവരുടെ ആൾക്കാരാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അത് ഒരു ശത്രുതയാവും. എന്തിനാ വെറുതെ ശത്രുത വലിച്ചേറ്റുന്നത്? എന്റെ മോഹനേട്ടാ, ഈ ഇലക്ഷൻ നടത്തുന്നത് അടിസ്ഥാനപരമായി ഭരണഘടന സംരക്ഷിക്കപ്പെടാനാണ്. ആ ഭരണഘടനയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന്. അപ്പൊ പിന്നെ നമ്മളെന്തിനാണ് ആളുകൾ പഠിക്കണേ? ഇനി ബൂത്തിലെത്തുന്നവരെ നിന്റെ തർക്കം വേണ്ട. പോകുന്ന വഴിയിൽ ആളുകളുണ്ട്. നടന്നു പോകുന്നതിനാണോ പരിപാടി? പിന്നല്ലാതെ എല്ലാ ദിവസവും ഞാൻ നടന്നു തന്നെയാണ് ആഫീസിലേക്ക് പോകുന്നത്. ബൂത്തിലേക്കാണെങ്കിൽ ആഫീസിലേക്കുള്ള അത്ര ദൂരവും ഇല്ല. പിന്നെ നടന്നു പോയ പോലെ. ഇങ്ങനെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മോഹനേട്ടൻ റെഡിയാണെങ്കിൽ ഞാൻ സ്കൂട്ടർ എടുക്കാം. മോഹനേട്ടൻ പുറകെ കയറിയാ മതി. ഞാൻ സ്കൂട്ടറിന്റെ പുറകെ കയറി തന്നെ.
ഉത്തമന്റെ വാക്ക് കേട്ട് ഒരിക്കൽ കയറിയതിന്റെ പാട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ജന്മത്ത് ഒരു സ്കൂട്ടറിന്റെ പുറകിൽ ഞാൻ കയറില്ല. എന്റെ കൈക്ക് എന്താ പറ്റുന്ന ആരെങ്കിലും ചോദിച്ചാൽ കുളിമുറിയിൽ കാലിനി വീഴാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ സ്കൂട്ടറിന്റെ പുറകെ കയറി അധികം ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. എന്തൊക്കെയായാലും ദുരഭിമാനം മാറില്ല. കുഴപ്പമില്ലല്ലോ, ഉത്തമനല്ലേ, അവൻ ഒരു ദിവസം കൈ കിട്ടും. വാ വാ. സ്കൂട്ടറിൽ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞത് ഭാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൾക്ക് സ്കൂട്ടർ ഓടിച്ച് ഒരുങ്ങിക്കെട്ടി നാട്ടുകാരുടെ മുമ്പിലൂടെ പോണം. ഞാൻ സമ്മതിക്കാതെ ദേഷ്യമുണ്ട് ഇവൾക്ക്. എനിക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. സ്കൂട്ടറിൽ എന്നെ പുറകിലെടുത്ത് കൊണ്ടുപോകാൻ മോഹനേട്ടന് പറ്റില്ല. അപ്പൊ പിന്നെ സ്കൂട്ടറിൽ പോകണമെങ്കിൽ ഞാൻ ഓടിക്കണം വേണ്ടേ? മോഹനയുടെ പുറകെ ഇരിക്കാൻ വേണം. അതിന് മോഹനേട്ടനെ അഭിമാനം സമ്മതിക്കില്ല. മാത്രമല്ല സ്കൂട്ടറിന്റെ പുറകിൽ കയറ്റി ഉത്തമൻ മോഹനേട്ടനെ കൊണ്ടുപോയി വീഴിച്ചു എന്ന് പറഞ്ഞ് ഉത്തമനെ കുറെ ചീത്ത പിടിച്ചു. അങ്ങനെ ചീത്ത പറഞ്ഞില്ല. ശരി, അങ്ങനെ ചീത്ത മോഹനേട്ടൻ സാർ പറഞ്ഞാലും ഞാൻ നിങ്ങൾ ക്ഷമിച്ചു. എന്നിട്ട് ഞാനും ഭാമയും കൂടി വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാ വഴിക്ക് വെച്ച് നമ്മുടെ തോമസ് കുട്ടിയെ കണ്ടത്. നമസ്കാരം സാർ. രണ്ടുപേരും കൂടി വോട്ട് ചെയ്യാൻ ഇറങ്ങിയതായിരിക്കും. എന്താ കണ്ടിട്ട് തോന്നുന്നില്ലേ? അതല്ല, സത്യം പറയാലോ സാറേ, നിങ്ങളെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പുറത്ത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. വോട്ട് ചെയ്യാനെങ്കിലും രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇറങ്ങിയല്ലോ. എങ്ങനെ ഇറങ്ങാതിരിക്കും? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആ പ്രാധാന്യം എനിക്കറിയാമെങ്കിലും ഭാമയ്ക്ക് അത് തീരെ നിശ്ചയമില്ല. വോട്ടിടാൻ ചെല്ലുമ്പോ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നൊന്നും ഇവക്ക് നിശ്ചയമില്ല. അയ്യോ, വക്കീലാവൊന്നും അറിയില്ലേ? വക്കീലായതുകൊണ്ട് എന്താ കാര്യം? പെണ്ണല്ലേ. പെണ്ണുങ്ങൾക്ക് പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിചയമില്ല. മറ്റുള്ള പെണ്ണുങ്ങൾക്ക് അബദ്ധം പറ്റിയാലും സാരമില്ല, ആരും അത് മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഭാമ എങ്ങനെയാണോ? വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന്റെ ഭാര്യയല്ലേ? മോഹനേഷ് സാറിന്റെ ഭാര്യ സത്യഭാമ വോട്ട് ചെയ്യാൻ വന്നിട്ട് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ? അതുകൊണ്ട് ഞാൻ കൂടെ വന്നു. എല്ലാം പറഞ്ഞു കൊടുക്കാമല്ലോ. അത് നന്നായി സാറേ. പക്ഷേ വക്കീലിന് ഇതൊക്കെ അറിയാവുന്ന ഞാൻ വിചാരിച്ചത്. കൊള്ളാം. ശരിയെന്നാ. എന്താണ് മോഹനേട്ടന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ രാവിലെ എന്റെ കൂടി ഇറങ്ങിയേക്കുന്നത്? ഒറ്റയ്ക്ക് പോയി വോട്ട് ചെയ്യാൻ എനിക്കെന്താ അറിഞ്ഞുവിടുന്നോ? ഇനിയിപ്പോ എനിക്ക് അറിയില്ലെങ്കിൽ തന്നെ അതൊക്കെ പറഞ്ഞു തരാൻ അവിടെ സർക്കാർ ആളെ വെച്ചിട്ടുണ്ട്. ഭാമേ, നീ ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? ഞാനൊരു സത്യം പറഞ്ഞു, അത്ര തന്നെ. സത്യം പറയുന്നത് ഒരു കുറ്റമാണോ? സത്യം എവിടെ വെച്ചും ആർക്കും പറയാം. ഞാൻ എന്തനാവശ്യമാണ് പറഞ്ഞതെന്ന് ഇവൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനുള്ള കാര്യം ഉത്തമ പറഞ്ഞത്. സ്വന്തം ഭാര്യയ്ക്ക് വിവരമില്ലെന്ന് നാട്ടുകാരോട് പറയുന്നതാണോ ഉള്ള കാര്യം? പരസ്യമായി പെരുവഴി വെച്ച് ഭാര്യ ആക്ഷേപിച്ച ഈ ഭർത്താവിനാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഉത്തമ എന്നോട് പറഞ്ഞത്. സാറേ, ഉള്ളത് പറയാലോ. ഇപ്പൊ പറഞ്ഞത് കേട്ടിടത്തോളം ഇത് കുറച്ച് കടുത്ത കൈയായി പോയി. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാര്യയാണ് സഹിക്കുന്നത്? ഉത്തമം മുഴുവൻ കേട്ടില്ലല്ലോ. ഇല്ല. അടുത്ത വളവിൽ വെച്ച് ഗോവിന്ദൻ കുട്ടിയെ കണ്ടു. ഇവൾ ചെയ്തതെന്ന് അറിയാമോ? നമസ്കാരം സർ. നമസ്കാരം. ഗോവിന്ദൻ കുട്ടി വോട്ട് ചെയ്തോ? ഇല്ല സർ, ഞാൻ ഉച്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. കൈക്ക് വേദന കുറവുണ്ടോ സർ? കുഴപ്പമില്ല, ഒരാഴ്ചക്കുള്ളിൽ കെട്ടഴിക്കാം. കുളിമുറിയിലൊക്കെ കയറുമ്പോ സൂക്ഷിക്കണ്ട സാറേ. സത്യം പറഞ്ഞ സാറിന് എന്തെങ്കിലും പറ്റിയ നാട്ടുകാർക്കാ നഷ്ടം. ഗോവിന്ദകുട്ടി, ഒരു മിനിറ്റ്. സത്യത്തിൽ ഈ മോഹനകൃഷ്ണ സാറിന്റെ കൈക്ക് എന്ത് പറ്റിയതെന്നാണ് ഗോവിന്ദകുട്ടി കരുതിയിരിക്കുന്നത്? കുളിമുറിന്ന് വീണതല്ലേ സാർ അങ്ങനെ എന്നോട് പറഞ്ഞത്? സംഭവിച്ചെന്താന്ന് ഞാൻ പറയാം. മോഹനേട്ടൻ 3 ദിവസം മുന്നേ താലൂക്ക് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. വഴി വെച്ച് സാറിനെ കണ്ട ഉത്തമൻ സ്കൂട്ടറിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. സാറ് പക്ഷെ സ്കൂട്ടറിലൊന്നും കയറില്ലല്ലോ, ഭയങ്കര പരിസ്ഥിതി സ്നേഹിയല്ലേ. പക്ഷെ ഉത്തമൻ നിർബന്ധിച്ചപ്പോ കയറി കളയാമെന്ന് തോന്നി.
സ്കൂട്ടറിൽ കേറിയിട്ട് നാട്ടുകാർ കാണാതിരിക്കാൻ ആ കുടയിൽ തന്നെ മോനട്ട് ഇങ്ങനെ കുട നിവർത്തി പിടിച്ചു. ഓ. വിടർന്നിരുന്ന കുട ഉത്തമന്റെ കാഴ്ച ഇങ്ങനെ മറച്ചപ്പോൾ സ്കൂട്ടർ ഒരു മതിൽ ചെന്നിടിച്ചു. ഓ അത്ര ഉണ്ടായുള്ളൂ. പക്ഷെ മോഹനകൃഷ്ണൻ സാർ പറഞ്ഞത് അശ്ശേ, വെറുതെ പറഞ്ഞതാ. സംശയം ഉത്തമൻ ചോദിച്ചു നോക്കിയാ മതി. ഇതൊക്കെ വെറുതെ പറഞ്ഞതാ. ഇക്കാര്യത്തിൽ വക്കീല് കള്ളം പറയില്ല എന്ന് എനിക്കറിയത്തില്ലേ. എന്നാലും സാർ ആള് കൊള്ളാലോ. സത്യം സത്യം പറയുന്നത് ഒരു കുറ്റമാണോ? സത്യം എവിടെ വെച്ചും ആർക്കും പറയാം. എന്താണ്? ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. വേണ്ട, ഒറ്റയ്ക്ക് പോയി വോട്ട് ചെയ്യാൻ എനിക്കറിയാം. നീ ഒരു അഹങ്കാരിയാ. ഇനി വോട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നവരെ എന്നോട് ഒരു അക്ഷരം വേണ്ടി പോരുത്. മോഹനോട് മിണ്ടണമെന്ന് എനിക്കൊട്ട് നിർബന്ധമില്ല. ആഹാ, അപ്പൊ പകരത്തിന് പകരമായി ഇന്ന് ചുരുക്കം. ഇത് അവിടെ തീർന്ന പ്രശ്നമല്ലേ? അതങ്ങ് വിട്ടുകളവക്കിയില്ലേ സാറേ? എന്ത് ഇത് എന്തിനാണ് ഒരു വലിയ പ്രശ്നമാക്കുന്നത്? അവിടുന്ന് ബൂത്ത് വരെയും ബൂത്തിൽ നിന്ന് ഇവിടെ വരെയും ഞങ്ങൾ രണ്ടാളും മിണ്ടിയില്ല. ബൂത്തിൽ ചെന്ന പരിചയക്കാര് സംസാരിക്കാൻ വന്നപ്പോഴും മോഹനേട്ടൻ നിന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി. ശരി ശരി, നിങ്ങൾ രണ്ടുപേരും മിണ്ടിയില്ല. രണ്ടുപേരും വോട്ട് ചെയ്യുകയും തിരിച്ചു പോരുകയും ചെയ്തു. ഇനിയിപ്പോ എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ ഉത്തമ. വോട്ടിംഗ് കഴിഞ്ഞ് ടൗണിൽ പോകാമെന്നും ഉച്ചഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നും മോഹനേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ വഴിയിലുണ്ടായ വഴക്കിന്റെ പേരിൽ മോഹനേട്ടൻ വാക്കുമാറി. മോഹനേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. നിക്ക്. എനിക്ക് നിന്നോട് മിണ്ടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ? ഇത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് മോഹനേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നേരെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഉച്ചയ്ക്ക് വായി കഴിക്കേണ്ടി വരും. നിന്റെ കൂടെ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാൻ എനിക്ക് സൗകര്യമില്ല. ഭർത്താവിനെ പൊതുവഴിയിൽ വെച്ച് കളിയാക്കുന്ന ഭാര്യയും കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് കയറിയാ അവിടെ വെച്ച് നീ എന്നെ കളിയാക്കില്ലേ? ഭാര്യയെ പൊതുവഴിയിൽ വെച്ച് കളിയാക്കിയപ്പോഴാണ് ഭാര്യ തിരിച്ച് ഭർത്താവിനെ കളിയാക്കിയത്. എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. ആ എങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണിയാവും. വീട്ടിലൊന്നും ഉണ്ടാക്കാൻ ഞാനില്ല. മോഹനേട്ടാ, എനിക്ക് കാര്യം എന്താന്ന് മനസ്സിലായി. രാവിലെ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന്. പിന്നെ ആലോചിച്ചപ്പോഴാണ് അത് കാശ് മുടക്കുള്ള കാര്യമാണല്ലോ എന്ന് വില്ലേജ് ഓഫീസർക്ക് തോന്നിയത്. അപ്പോൾ അത് ഒഴിവാക്കാനായി മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയതല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. മോഹനേട്ടാ, ഞാൻ കാര്യമായിട്ടാണ് പറയണത്. ഞാൻ ഇന്ന് അടുക്കളയിൽ കയറുന്ന പ്രശ്നം ഉണ്ടാവില്ല. വേണ്ട. മോഹനേട്ടൻ വിചാരിച്ചത് ഇവിടെ വരുമ്പോഴേക്കും എന്റെ ദേഷ്യമെല്ലാം മാറി ഞാൻ വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കുമെന്നാണ്. ആ ആഗ്രഹം നടക്കില്ല. ഇന്നത്തെ ദിവസം ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല. വേണ്ട. ഒരു ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. പോയി കൃഷ്ണകുട്ടിയുടെ ചായക്കടയിൽ പോയി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവാ. മോഹനേട്ടൻ മാത്രമല്ല എനിക്കും. അതിന്റെ കാശ് തരില്ല. അയ്യോ വേണ്ടേ, വില്ലേജ് ഓഫീസറെക്കാട്ടിലും വരുമാനമുള്ളൊരു ജോലി എനിക്കുണ്ട്. അയ്യോ ഒന്ന് നിർത്ത് പ്ലീസ്. അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം കാശുള്ളവരാണ്. എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കുകയും ചെയ്യും. ഇന്നിപ്പോ സാറിന് എന്താ വേണ്ടത്? ഞാൻ ഒരു മലയാളിയാണ്. എനിക്ക് ഊണ് മതി. ശരി, ഞാനൊരു മലയാളി തന്നെയാണ്. പക്ഷേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നും കഴിക്കുന്ന ഈ ചോറ് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ബിരിയാണി മതി. വില്ലേജ് ഓഫീസർക്കും ബിരിയാണി കഴിക്കണമെന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷേ മുടിഞ്ഞ പിശുക്കാരണം വേണ്ടത് വെച്ചാണ്. എനിക്ക് എന്തായാലും പിശുക്കില്ലേ. ഞാൻ ജോലി ചെയ്യുന്നത് 3 നേരവും വായ്ക്കു രുചിയായി വല്ലതൊക്കെ കഴിക്കാനാണ്. ശരി, സാറിന് ചോറ്, വക്കീലിന് ബിരിയാണി. അല്ല ഉത്തമ, എന്തായാലും പുറത്തുനിന്ന് വാങ്ങല്ലേ. ഞാൻ അത്ര വലിയ പിശുക്കനല്ല എന്ന് എനിക്കറിയാമെങ്കിലും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തണ്ടേ. എനിക്കും ബിരിയാണി മതി. ശരി, അപ്പൊ 2 പേർക്കും ബിരിയാണി ഇപ്പൊ ഞാൻ ഏർപ്പാടാക്കി തരാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബിരിയാണി വേണമെന്നില്ല. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ ചില ദിവസങ്ങളിൽ നല്ല കരിമീൻ ഫ്രൈ കിട്ടും. എനിക്ക് ഊണും കരിമീൻ ഫ്രൈ മതി. ശരി, സാറിന് ബിരിയാണി, വക്കീലിന് ഊണും കരിമീൻ ഫ്രൈയും. ഒരു കാര്യം ചെയ്യാം. എന്താ? എനിക്ക് ബിരിയാണി വേണ്ട. പിന്നെ അവിടെ നല്ല അപ്പം കിട്ടും.
2 ഒരു നാടൻ കോഴിക്കറിയും വാങ്ങിയാൽ മതി. ബാക്കി രുചിയായിട്ട് അപ്പവും കോഴിക്കറിയും കഴിച്ചിട്ട് 4 കൊല്ലമായി. 4 കൊല്ലോ? അതെ, ഞാൻ ഇവിടെ കല്യാണം കഴിച്ചിട്ട് 4 കൊല്ലം ആയല്ലോ. ഓ ശരി. സാറിന് അപ്പം നാടൻ കോഴിക്കറിയും വക്കീലിന് ഊണും കരിമീൻ ഫ്രൈയും. ഓക്കെ ശരി. അല്ല, ഉത്തമ, അവിടെ പൊറോട്ട കിട്ടില്ലേ? എനിക്ക് പൊറോട്ട മതി. കറിയായിട്ട് ഇപ്പൊ എന്താ വാങ്ങുക? നീലത്തിമിംഗല ഫ്രൈ ഉണ്ട്. ഒന്ന് നിർത്തിക്കേ. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ആളെ കളിയാക്കാണ്. നഴ്സറി പിള്ളേർ പോലും വഴക്കുണ്ടാക്കുന്നതിനേക്കാളും നിലവാരം കുറഞ്ഞ കാരണങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കി. അത് നിങ്ങളുടെ കാര്യം. നിങ്ങൾ എന്തിനു വേണ്ടി വേണമെങ്കിലും വഴക്കുണ്ടാക്കിക്കോ. പക്ഷേ എന്നെ വിളിച്ചു വരുത്തി ഒരുമാതിരി പൊട്ടം കളിപ്പിച്ചാട്ടല്ലോ കേട്ടിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ എന്താണ് കരുതിയത്? നിങ്ങൾ മാത്രം ബുദ്ധിയുള്ളവര്, ബാക്കിയുള്ളവരെല്ലാരും മണ്ടന്മാരാണെന്നാ. ഒരാൾക്ക് ഊണ്, അപ്പൊ മറ്റേ ആൾക്ക് ബിരിയാണി. ഒരാൾക്ക് അപ്പം, അപ്പോ മറ്റേ ആൾക്ക് പൊറോട്ട. അതിപ്പോ കാശ് കൊടുത്താണല്ലോ കഴിക്കാൻ വാങ്ങുന്നത്. അപ്പോ നമുക്ക് എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. അത് ശരിയാ. അല്ല പിന്നെ എന്താ വേണ്ടതെന്ന് ആലോചിക്കട്ടെ. പിന്നല്ലേ? അതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയാത്ത നിങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോയത്. സാറേ, പറഞ്ഞു വരുമ്പോ നിങ്ങൾ രണ്ടുപേരും വലിയ ആളുകളാ. ഒരാൾ വലിയ ഓഫീസർ, ഒരാൾ വലിയ വക്കീൽ. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോ പൊറോട്ട വേണോ ബിരിയാണി വേണോ എന്ന് പോലും അറിഞ്ഞൂടാ. കഷ്ടമാണ്, പരമ കഷ്ടം. ഇക്കാര്യം പറഞ്ഞ് ഇനി മേലാൽ എന്റെ ഫോണിൽ വിളിക്കരുത്. കഴിക്കാൻ വേണ്ടത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് രണ്ടുപേരും കൂടെ കൃഷ്ണൻകുട്ടിയുടെ കടയിലോട്ട് അങ്ങ് ചെന്നാ മതി. അല്ല, മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ അഹങ്കാരിയാ. ഇനി എന്തെങ്കിലും ആവശ്യം പറഞ്ഞെങ്കിൽ വരട്ടെ. അതെ, ഞാൻ എന്തുമാത്രം സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഉത്തമന് ഓർമ്മയില്ല. ഉത്തമന്റെ സഹായമില്ലെങ്കിൽ നമ്മൾ കഴിക്കില്ല എന്നാണ് ഉത്തമന്റെ ധാരണ. നിനക്കെന്താ വേണ്ടത്? ഞാൻ കൃഷ്ണൻകുട്ടി ചാക്കടയല്ലേ പോകുന്നത്, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. എന്താ നോക്കുന്നത്? നിനക്കെന്തായാലും അവിടെ പോയി വാങ്ങാൻ പറ്റില്ലല്ലോ, ഞാൻ പോയി വാങ്ങാം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ പോണത് എന്തിനാ? ഉച്ചയൂണ് ഞാൻ ഉണ്ടാക്കാം. മണി 12 ആയുള്ളൂ. 1 മണിക്ക് മുന്നേ ഊണ് ഞാൻ റെഡിയാക്കാം. എന്നാലും ഉത്തമൻ ഭയങ്കര അഹങ്കാരിയാ. അത് ശരി തന്നെയാ. വാദി പ്രതിയാവുന്ന ഏർപ്പാടിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ കണ്ടു. അല്ലെങ്കിലും ഈ ഭാര്യയെയും ഭർത്താവിനെയും വിശ്വസിച്ച് ഒത്തുതീർപ്പിനിറങ്ങിയ ഉത്തമനെ പറഞ്ഞാൽ മതിയല്ലോ. ഇവർ ഇങ്ങനെയാണ്, കാര്യത്തോടടുക്കുമ്പോൾ കലഹമൊക്കെ മറന്ന് ഒന്നായി കളയും. എപ്പോഴും കലഹിക്കുകയും നിമിഷങ്ങൾക്കകം ഒന്നാവുകയും ചെയ്യുന്ന ഈ വിചിത്ര ദമ്പതികളുടെ കഥയുമായി കാര്യം നിസാരം തുടരുന്നു.